ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന പോയമിൻ്റെ അപ്രീസിയേഷനാണ് നോക്കുന്നത്. അപ്പോൾ പോയമിൻ്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എന്തായാലും എഴുതേണ്ടത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ആണ് നമ്മൾ നോക്കുന്നത്. ഈ പോയം എഴുതിയത് പോൾ ലോറൻസ് ഡൻബാർ എന്ന് പറയുന്നൊരു റൈറ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. ഓക്കെ, the poem The Seedling by Paul Laurence Dunbar teaches us that success is achieved through hard work, patience and perseverance. ഈ പോയം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? സക്സസ് അല്ലേ? സക്സസ്ഫുൾ ആവാനായിട്ട് എന്തൊക്കെ വേണം? ഹാർഡ് വർക്ക്, പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്. പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം, ഒരു എന്താ പറയുക, ഒരു കാര്യത്തിനോടൊരു കമ്മിറ്റ്മെൻറ്റ് എപ്പോഴും കാണിക്കണം. It tells the story of a small seedling lying in the dark soil. ഇതിൽ എന്ത് കഥയാണ് ഈ ഒരു പോയം പറയുന്നത്? സ്മോൾ ഒരു സീഡ്ലിംഗ്, ഒരു വിത്തിൻ്റെ കഥയാണ് പറയുന്നത്. അത് ഡാർക്ക് സോയിലിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ വിത്തിൻ്റെ കഥയാണ് പറയുന്നത്. ദ സീഡ്ലിംഗ് ഡിസൈഡ്സ് ടു ഡു ഇറ്റ്സ് ബെസ്റ്റ്. ആ സീഡ്ലിംഗ് അതിൻ്റെ ബെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. ആൻഡ് ബിഗിൻസ് ടു ഗ്രോ, എന്നിട്ടത് വളരാണ്. പുഷിങ് ഇറ്റ്സ് ലീവ്സ് ആൻഡ് സ്റ്റെം ടുവേർഡ്സ് ദ സൺലൈറ്റ്. അത് അതിൻ്റെ ലീവ്സിനെയും സ്റ്റെമ്മിനെയും സൺലൈറ്റിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്നുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സൺ ആൻഡ് റെയിൻ ഇറ്റ് ഫൈനലി ബ്ലൂംസ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അതായത് സണ്ണിൻ്റെയും റെയിനിൻ്റെയും ഹെൽപ്പ് വേണം അല്ലേ, എന്നാലാണ് പ്ലാന്റ്സ് വളരുള്ളൂ. ഇത് ലാസ്റ്റ് ഈ ഫൈനലി ഈ സീഡ്ലിംഗ് എന്നൊരു ബ്യൂട്ടിഫുൾ ഫ്ലവറായിട്ട് മാറുവാണ്. ഇങ്ങനെ പ്ലാന്റായി വളർന്ന് അതൊരു ഫ്ലവറായിട്ട് വരികയാണ് ലാസ്റ്റ്. ദ പോയറ്റ് യൂസസ് ദിസ് ആസ് എ ലെസൺ ഫോർ ചിൽഡ്രൻ. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള ലെസൺ ആണെന്നാണ് പറയുന്നത്? കുട്ടികൾക്ക്. എൻകറേജിങ് ദം ടു വർക്ക് ഹാർഡ്. എന്തിനാണ്? ഹാർഡ് വർക്ക് ചെയ്യാനും. ആൻഡ് ഫേസ് ലൈഫ് സ്ട്രഗിൾസ് ബ്രേവ്ലി. ബുദ്ധിയോടെ ബ്രേവായിട്ട് തന്നെ ജീവിതത്തിൽ വരുന്ന സ്ട്രഗിൾസിനെയൊക്കെ ഫേസ് ചെയ്യണം. ജസ്റ്റ് ലൈക്ക് ദ സീഡ്ലിംഗ്. ഇവിടെ സീഡ്ലിംഗ് ചെയ്ത പോലെ തന്നെ നമ്മളോടും ചെയ്യാൻ പോയിട്ട് പറയാണ്, കുട്ടികളോടും ചെയ്യാനായിട്ട് പോയിട്ട് പറയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇവിടെ എന്താണ്? ഫസ്റ്റ് തന്നെ തീം പറഞ്ഞു, ഇവിടെ പോയിട്ട് ആരാന്ന് പറഞ്ഞു, അതിനുശേഷം തീം പറഞ്ഞു, അതിനുശേഷം ഒരു ഷോർട്ട് സമ്മറി പറഞ്ഞു. ഇനി നമുക്ക് പോയട്രിയിൽ ഉപയോഗിച്ചേക്കുന്ന ടോൺ നോക്കാം. ഓക്കെ, ഇത് റാപ്പ് ചെയ്യാണ് കേട്ടോ വെറുതെ. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ടോണും ബാക്കി ഡീറ്റെയിൽസും നോക്കാം. The tone of the poem, the poem's tone, okay. The poem's tone is hopeful, inspiring and encouraging. അല്ലേ? പ്രതീക്ഷ തരുന്നതാണ്, നമ്മളെ ഇൻസ്പയർ ചെയ്ത് എൻകറേജ് ചെയ്യുന്ന, മുന്നോട്ടേക്ക് പോകാനായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു പോയമാണ്. ദ ലാംഗ്വേജ് ഇസ് സിമ്പിൾ ആൻഡ് മ്യൂസിക്കൽ. ഇവിടെ ടോൺ നമ്മൾ പറഞ്ഞു, അടുത്തത് ലാംഗ്വേജിനെ കുറിച്ചാണ് പറയേണ്ടത്. സിമ്പിളാണ്, മ്യൂസിക്കലാണ്. മേക്കിംഗ് ഇറ്റ് ഈസി ഫോർ റീഡേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ആൻഡ് എൻജോയ്, പെട്ടെന്ന് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലേ, മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാവുന്ന ഒരു പോയമാണ്. ഇനി നോക്കിയേ, ദ പോയിറ്റ് യൂസസ് വേരിയസ് പോയറ്റിക് ഡിവൈസസ്. ഇതിൽ കുറേ പോയറ്റിക് ഡിവൈസസ് പോയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അലിറ്ററേഷൻ. അലിറ്ററേഷൻ എന്താണ്? കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് ഒരു വരിയിൽ വരുന്നത്. കണ്ടോ? ഹേസ്റ്റ് ആൻഡ് ഹറി. ഇവിടെ ഹ് സൗണ്ട് റിപ്പീറ്റഡ് ആണ്. ഹ് കോൺസണന്റ് അല്ലേ ഹ് എന്ന് പറയുന്നത്. സോ അത്. പേഴ്സോണിഫിക്കേഷൻ. ദ സീഡ്ലിംഗ് ടോക്സ് ആൻഡ് തിങ്സ്. എന്താണ്? സീഡ്ലിംഗ് ഇതിൽ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പേഴ്സോണിഫിക്കേഷനാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സിംബോളിസം ഉണ്ട്. ദ സീഡ്ലിംഗ് റെപ്രസെൻറ്റ്സ് എ ചൈൽഡ്. സീഡ്ലിംഗ് ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ചൈൽഡിനെയാണ്. ഫ്ലവറോ? ഫ്ലവർ റെപ്രസെൻറ്റ് സക്സസ്. കണ്ടോ? അപ്പോൾ ഇവിടെ സിംബോളിസം യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആൻ എക്സ്റ്റെൻഡഡ് മെറ്റഫർ വെയർ ദ സീഡ്ലിംഗ്സ് ഗ്രോത്ത് ഇസ് കമ്പയർഡ് ടു എ പേഴ്സൺസ് ജേർണി ഇൻ ലൈഫ്. ഒരു സീഡ്ലിങ്ങിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്, സീഡ്ലിങ്ങിൻ്റെ ഗ്രോത്ത് ഒരാളുടെ ലൈഫിലെ ഒരു യാത്രയും കൂടിയാണ്. യാത്രയെ വെച്ച് കമ്പയർ ചെയ്തേക്കാണ് അല്ലേ. ദ റൈം സ്കീം ഫോളോഡ് ഇസ് ABCB. ഇതിലുള്ള റൈം സ്കീം എന്താണ്? ABCB എന്നുള്ള റൈം സ്കീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു?
തീം ഓഫ് ദ പോയം. ആദ്യമേ തന്നെ പോയിറ്റ് ആരാന്ന് പറഞ്ഞു, അതിനുശേഷം തീം എന്താന്ന് പറഞ്ഞു, അതിനുശേഷം ഒരു സമ്മറി പറഞ്ഞു, അതിനുശേഷം ടോൺ, അതിനുശേഷം പോയറ്റിക് ഡിവൈസസ്, പിന്നെ എന്താ ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി റൈം സ്കീമും പറഞ്ഞു. അടുത്ത നോക്കാം. ഓക്കെ, the poem stands out for its vivid imagery of growth and nature. അല്ല, ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രോത്ത്, നേച്ചറിനെയൊക്കെ കാണിക്കാനായിട്ട്. along with its didactic style. ഡൈഡാക്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കുമ്പോൾ നമുക്ക് മെസ്സേജ്, ഒരു നോളജ് കിട്ടുന്ന, അറിവ് തരുന്നതാണ് അല്ലേ. ദ ടീച്ചേഴ്സ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് മോറൽ ലെസൺ. നമ്മളൊരു മോറൽ ലെസൺ പഠിപ്പിക്കുന്നുണ്ട്. ഇഫ് വി വർക്ക് ഹാർഡ് ആൻഡ് റിമെയിൻ പേഷ്യൻറ്റ് ഡ്യൂറിങ് ഡിഫിക്കൽട്ടീസ്. അതായത് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും നമ്മൾക്ക് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമയോടെ നിൽക്കുകയും ചെയ്താൽ അതിനെങ്ങനെ, വിത്ത് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഹെൽപ്പ് മേടിക്കാം, സപ്പോർട്ട് മേടിക്കാം. വി ടു കെൻ അച്ചീവ് സക്സസ്. നമുക്കും സക്സസ് ആവാൻ പറ്റും. ആൻഡ് ബ്ലൂം ഇൻ ടു സംതിങ് ബ്യൂട്ടിഫുൾ ഇൻ ലൈഫ്. ലൈഫിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നിലേക്ക് നമുക്കും വിരിയാനായിട്ട് സാധിക്കുമെന്നാണ് പോയിറ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ അപ്രീസിയേഷൻ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം അപ്രീസിയേഷൻ എഴുതാനായിട്ട്. അപ്പോൾ എന്തൊക്കെ എഴുതി എഴുതിയെന്ന് ഞാൻ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ പോയിറ്റിൻ്റെ പേര് പോൾ ലോറൻസ് ടെൻബർ എന്നുള്ളത് എഴുതി. പിന്നെ അതിൽ കഴിഞ്ഞേക്കുന്ന എന്താണ്, അത് കഴിഞ്ഞ് തീമാണ് നമ്മൾ ടീച്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. തീം ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഇവിടെ പറയുന്നത് സമ്മറി ഓഫ് ദ പോയമാണ്, ചെറുതായിട്ട് പറഞ്ഞേനെ. പിന്നെ അതിനുശേഷം ടോൺ പറയുന്നുണ്ട്, ദെൻ ലാംഗ്വേജ് പറഞ്ഞു, പോയറ്റിക് ഡിവൈസസ് പറഞ്ഞു അല്ലേ. ഇനി എന്താണ്, പോയറ്റിക് ഡിവൈസസ് പറഞ്ഞു. അതിനുശേഷം പറയുന്നത് റൈം സ്കീം പറയുന്നുണ്ട്, ദെൻ ഇമേജറിനെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡൈഡാക്ടിക് സ്റ്റൈലാണ് അല്ലേ, ഇതിൽ മെസ്സേജ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, മോറൽ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതും കൂടി പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി അപ്രീസിയേഷൻ നമ്മൾ എഴുതണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്കത് കണ്ട് വായിച്ചും എഴുതിയൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.